അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. 4 ഷക്കിലുകളെയും കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഷക്കിലുകളെല്ലാം ഹംലിയായ ഖളിയയുടെ ഷക്കിലുകളായിരുന്നു അല്ലേ. ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയിരുന്നു ഇതിൽ വന്നിരുന്നത്. ഓക്കെ, നമ്മൾ ഓരോ ഉദാഹരണങ്ങളും എടുത്താൽ അത് മനസ്സിലാകും. കുല്ലു ഇൻസാനിൻ ഹയവാനുൻ വ ബഅദുൽ ഹയവാനി ഇൻസാനുൻ. ഇതെല്ലാം കണ്ടീഷണലല്ല, ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തിൻ്റെ ഷക്കിൽ കൂടി പഠിക്കണം? ഷർത്തിയയുടെ കൂടി പഠിക്കണം. ഹംലിയയുടെ നമ്മൾ മുഴുവൻ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അത്രയും വിശദമായിട്ടല്ലെങ്കിലും ഷർത്തിയയുടെ കൂടി എന്ത് ചെയ്യണം, ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷർത്തിയയുടെ ഖിയാസ്, ഷർത്തിയയുടെ ഷക്കിലുകൾ എങ്ങനെയായിരിക്കും എന്നാണ് ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലും ഫിൽ ഇഖ്തിറാനിയാത്തി മിന ഷർത്തിയാത്തി. ഷർത്തിയാത്ത് 2 വിധമാണ്, ഇഖ്തിറാനിയാത്തും ഇസ്തിസ്നായിയാത്തും. ഹംലിയത്തും 2 വിധമാണ്, ഇഖ്തിറാനി ഇസ്തിസ്നായി ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇതിലെ ഷർത്തിയാത്തിലെ ഇഖ്തിറാനിയാത്തുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഇസ്തിസ്നായി കൂടി നമ്മൾ പഠിക്കും. ഇത് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് അറ്റാച്ച് ചെയ്ത കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അൽ ഇഖ്തിറാനിയു ഷർത്തിയു ലഹു ഖംസത്തു അഖ്സാം. 5 വിധത്തിലാണ് ഷർത്തിയായ ഖളിയകൾ ഇഖ്തിറാനിയിൽ വരിക. അപ്പോൾ എങ്ങനെ? 1 സുഗ്റി മുത്തസില, കുബ്രി മുത്തസില. മുത്തസില എന്ന് പറഞ്ഞാൽ ഇഫ് എന്നുള്ള, ഇതിങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കണ്ടീഷണൽ ക്ലോസ് ഇഫ് എന്ന അർത്ഥത്തിലാണെങ്കിൽ, ഇന്ന് മഴ പെയ്താൽ കളി നടക്കില്ല. അപ്പോൾ കളി നടക്കുക എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മഴ പെയ്യുക എന്നുള്ളത്. ഇന്ന് മഴ പെയ്താൽ കളി നടക്കില്ല. ഇഫ് ഇറ്റ് ഈസ് റൈനിങ് ടുഡേ ദ ഗെയിം വുഡിൻ ബി ഹാപ്പൻഡോ അത് വുഡിൻ ഹാപ്പൻ എന്നൊക്കെ പറയാം നമുക്ക്. ഇഫ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിലാണ് മുത്തസില. മുൻഫസില എന്ന് പറഞ്ഞാൽ വേർപിരിയലാണ്. എയ്തർ ഓർ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നുകിൽ മഴ പെയ്യും അല്ലെങ്കിൽ കളി നടക്കും. ഇതാണ് മുത്തസില, മുൻഫസില. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് 5 വിധത്തിലായിരിക്കും ഷർത്തിയായ ഇഖ്തിറാനിയായ ഖളിയ. ഒന്നുകിൽ 2 മുത്തസിലായിരിക്കും, സുഗ്റയും മുത്തസില, കുബ്രയും മുത്തസില. അല്ലെങ്കിൽ സുഗ്റയും മുൻഫസില, കുബ്രയും മുൻഫസില. അല്ലെങ്കിൽ സുഗ്റ മുത്തസില, കുബ്ര മുൻഫസില. അല്ലെങ്കിൽ സുഗ്റ മുത്തസില, കുബ്ര ഹംലിയ. അല്ലെങ്കിൽ സുഗ്റ മുൻഫസില, കുബ്ര ഹംലിയ. ഇങ്ങനെ 5 വിധത്തിലാണ് ഇത് വരിക. ഇതൊക്കെ പാടെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നുമില്ല. നമ്മളിതിൽ 3 കാര്യങ്ങളെ ചർച്ചയ്ക്ക് എടുക്കുന്നുള്ളൂ. 1 സുഗ്റയും കുബ്രയും മുത്തസിലായത്. 2 സുഗ്റയും കുബ്രയും മുൻഫസിലായത്. 3 സുഗ്റ മുത്തസില, കുബ്ര ഹംലിയ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞ് പെട്ടെന്ന് പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. വഹാലുഹ, ഈ ഷർത്തിയാത്തിൽപ്പെട്ട ഇഖ്തിറാനിയത്തിൻ്റെ ഷക്കിലുകളുടെ അവസ്ഥ, ആ ഖിയാസിൻ്റെ അവസ്ഥ, ഫി ഇൻഇഖാദി അഷ്കാലിൽ അർബ. ഇതുവഴി ഈ ഇഖ്തിറാനിയായ ഷർത്തിയായ ഖളിയയുടെ 4 ഷക്കിലുകൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ അവസ്ഥ. വല്ലുറൂബിൽ മുൻതജ, അതിൽ നിന്ന് രൂപപ്പെടുന്ന ലർബുകൾ. വശറായിത്തുൽ മുഅ്തബിറ, അതിൻ്റെ ഷർത്തുകളെല്ലാം. കഹാലിൽ ഇഖ്തിറാനിയാത്ത് മിനൽ ഹംലിയാത്തി. ഹംലിയാത്തിന് ഏതൊക്കെയാണോ ഷർത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ 3-4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 4 ഷക്കിലുകളെ കുറിച്ച് പറയായിരുന്നു. അതൊക്കെ ഹംലിയായിരുന്നു. ആ ഹംലിയായ ഖളിയയുടെ ഹംലിയായ ഷക്കിലിനുള്ള, ഹംലിയായ ഖിയാസിനുള്ള എത്ര ഷക്കിലുകളുണ്ടോ ആ ഷക്കിലുകൾ തന്നെയാണ് ഷർത്തിയായ ഇഖ്തിറാനിക്കുമുള്ളത്. എത്ര ലർബുകളുണ്ടോ അത്രയും ലർബ് തന്നെയാണ് ഷർത്തിയായ ഇഖ്തിറാനിക്കുള്ളത്. ഏതൊക്കെ ഷർത്തുകളാണോ ഉള്ളത് അതൊക്കെ തന്നെയാണ് ഇവിടെയുമുള്ളത്. ഏതൊക്കെ പ്രത്യേകതകളാണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെയുമുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. മിസാലു ഷക്കിലിൽ അവലി ഫിൽ മുത്തസില. മുത്തസിലയുടെ ഷക്കിലുൽ അവലിൻ്റെ ഉദാഹരണം. ഷക്കിലുൽ അവൽ എന്ന് പറഞ്ഞാൽ ഹദ്ദൗസത്ത്, സുഗ്റയിൽ മഹ്മൂല്, കുബ്രയിൽ മൗലൂ. നോക്കൂ, അവിടെ ഞാനിങ്ങനെ മഞ്ഞയിൽ വരച്ച് ചേർത്തിട്ടുള്ളത് ഹദ്ദൗസത്തിനെയാണ്. കുല്ലമാ കാന സെയ്ദുൻ ഇൻസാനൻ കാന ഹയവാന്. സെയ്ദ് മനുഷ്യനാകുന്ന കാലത്തോളം അവൻ ഹയവാനായിരിക്കും. കാലത്തോളം, ഇഫ് എന്നർത്ഥം. കുല്ലമ എന്ന് പറഞ്ഞാൽ കാലത്തോളം എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എന്നർത്ഥം. സെയ്ദ് ഇൻസാനാണെങ്കിൽ അവൻ ഹയവാനായിരിക്കും. പിന്നെ അടുത്തത് കുല്ലമാ കാന ഹയവാനൻ. കണ്ട ഹദ്ദൗസത്ത് ഇവിടെ മൗലൂ ആയി.
അവൻ ഹയവാനാകുമ്പോൾ കാന ജിസ്മൻ, അവനൊരു ശരീരവുമായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കാന ഹയവാൻ എന്നുള്ളതാണ് വെട്ടിക്കളയുക, കാരണം അതാണല്ലോ ഹദ്ദൗസത്ത്. അപ്പോൾ ബാക്കിയുള്ളത് എന്താ? കുല്ലമാ കാന സെയ്ദുൻ ഇൻസാനൻ, സെയ്ദ് മനുഷ്യനാണെങ്കിൽ കാന ജിസ്മൻ, അവനൊരു തടി കൂടിയായിരിക്കും. ഓക്കെ. അടുത്തത് ഷക്കുലുസാനി. ഷക്കുലുസാനിയിൽ കുബ്രയിലും സുഹറയിലും ഹദ്ദൗസത്ത് മഹ്മൂലായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഉദാഹരണം കുല്ലമാ കാന സെയ്ദുൻ ഇൻസാനൻ കാന ഹയവാന, സെയ്ദ് മനുഷ്യനാണെങ്കിൽ അവനൊരു ജീവിയായിരിക്കും. വലൈസ അൽബത്ത ഇദാ കാന ഹജറൻ കാന ഹയവാന, ഒരിക്കലും അവനൊരു കല്ലാണെങ്കിൽ അവനൊരു ജീവിയായിരിക്കില്ല അല്ലേ? കണ്ടോ, കാന ഹയവാൻ എന്നുള്ളത് രണ്ടിലും മഹ്മൂലായിട്ടാണ് വന്നത്. അപ്പോൾ അതിനോട് വെട്ടിക്കളഞ്ഞാൽ പിന്നെ എന്താ വരിക? അവിടെ ഒരു മൂജബായ കലിയയും ഒരു സാലിബായ കലിയാണുള്ളത്. സെയ്ദ് മനുഷ്യനാണെങ്കിൽ അവൻ ജീവിയായിരിക്കും എന്ന മൂജബ, സെയ്ദ് കല്ലാണെങ്കിൽ അവൻ ജീവിയായിരിക്കില്ല എന്ന സാലിബ്. മൂജബിൻ സാലിബിൻ കൂടിയ സാലിബാണ് വരിക. അപ്പം അങ്ങനെ സെയ്ദ് മനുഷ്യനാണെങ്കിൽ അവൻ കല്ലായിരിക്കില്ല എന്നായിരിക്കും വരിക. അടുത്തത് മൂന്നാമത്തതിൻ്റെ ഉദാഹരണം കുല്ലമാ കാന സെയ്ദുൻ ഇൻസാനൻ കാന ഹയവാന. രണ്ടിലും സുഹറയിലും കുബ്രയിലും ഹദ്ദൗസത്ത് മൗദു. സെയ്ദ് ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ജീവിയായിരിക്കും. കുല്ലമാ കാന സെയ്ദുൻ ഇൻസാനൻ കാന കാത്തിബ, സെയ്ദ് ഒരു മനുഷ്യനാണെങ്കിൽ അവൻ എഴുത്തുകാരനായിരിക്കും. ആ കാന ഇൻസാനൻ എന്നുള്ളത് ആണ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായിന്ന് കിട്ടുക? കദിയക്കൂനു, ചിലപ്പോൾ ആയിരിക്കും. ഇതാ കാന സെയ്ദുൻ ഹയവാന, സെയ്ദ് ഒരു ഹയവാനാണെങ്കിൽ കാന കാത്തിബ, അവൻ ചിലപ്പോൾ എന്തായിരിക്കും? ഒരു എഴുത്തുകാരനായിരിക്കും. അപ്പോൾ സെയ്ദ് ഹയവാനാണ് എന്നുള്ള നിലക്ക്, സെയ്ദ് ഇൻസാനാണ് എന്നുള്ള നിലക്ക് എപ്പോഴും എന്ത് തന്നെയാണ്? എഴുത്തുകാരൻ തന്നെയാണ്. പക്ഷേ സെയ്ദ് ഹയവാനാണ് എന്നുള്ള നിലക്ക് ചിലപ്പോഴേ അവൻ കാത്തിബാവുന്നുള്ളൂ. ഇതിൽ 3 ഉദാഹരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം. 4ാമത്തെ ഷെക്കിൽ പറയുന്നില്ല, കാരണം 4ാമത്തെ ഷെക്കിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇക്തിറാനിയായ ഹംലിയായ കളിയക്കു ശേഷം ഇക്തിറാനിയായ ഷർത്തിയായ ചർച്ചയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 മുത്തസിലകളുടെ ഉദാഹരണം പറഞ്ഞു. ഇനി കുബറയും സുഹറയും കുബറയും മുൻഫസിലാണെങ്കിൽ, അമ്മൽ ഇക്തിറാനിയു ഷർത്തിയുൽ മുഅല്ലഫു മിനൻ മുൻഫസിലാത്തിൻ, കുബറയും സുഹറയും മുൻഫസിലയായ ഷർത്തിയായ ഇക്തിറാനിയായ ഒരു കളിയ. അതിൽ ഷെക്കിലുൽ അവലിൻ്റെ മാത്രം ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. ഈ കിതാബിൽ കൊടുത്തത് നോക്കണ്ട, നമ്മൾ കുറിപ്പിൽ പറഞ്ഞ ആ ഉദാഹരണം നോക്കുക. എയ്ദർ ഓറാണ്, മുൻഫസിലാണ്, മുത്തസിലല്ല, മുൻഫസിലാണ്. എയ്ദർ ഓർ ദാഇമൻ ഇമ്മ അയ്യക്കൂന ഷൈഉ മൗജൂദൻ ഔ മഅ്ദൂമ, എപ്പോഴും ഒരു വസ്തു ഒന്നുകിൽ ഉള്ളതായിരിക്കും അല്ലെങ്കിൽ ഇല്ലാത്തതായിരിക്കും. അങ്ങനെ നമുക്ക് പറയാം. എല്ലാ വസ്തുവിനെ കുറിച്ച് ഒന്നുകിൽ ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത് എന്ന് പറയാം അല്ലേ? അങ്ങനെ പറയാം. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അടുത്തൊരു സംഗതി, ദാഇമൻ ഇമ്മ അയ്യക്കൂനൽ മൗജൂദു ഹയ്യൻ ഔ ഗൈറ ഹയ്യൻ, അതിൽ തന്നെ മൗജൂദ് ഉള്ള വസ്തുക്കൾ ചിലപ്പോൾ ജീവനുള്ളതാവാം ജീവനില്ലാത്തതാവാം. എയ്തർ ജീവനുള്ളത് ഓർ ജീവനില്ലാത്തത്. ഓക്കെ. ഇതിൽ ഹദ്ദൗസത്ത് എന്ന് പറയുന്നത് മൗജൂദാണ്. അപ്പോൾ അതാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാഇമൻ ഇമ്മ യകുന ഷൈഉ ഹയ്യൻ ഔ ഗൈറ ഹയ്യിൻ ഔ മഅ്ദൂമൻ, അങ്ങനെ ഒരു കഥയാണ് കിട്ടുക. ഒന്നും കൂടി പറയാം. ഒരു വസ്തു ഒന്നുകിൽ ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത്. ഉള്ളതാണെങ്കിൽ തന്നെ ഒന്നുകിൽ ജീവനുള്ളത് അല്ലെങ്കിൽ ജീവനില്ലാത്തത്. ഇവിടെ ആവർത്തിച്ച് വന്നത് മൗജൂദാണ്. അതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? മഅ്ദൂമ്, ഹയ്യ്, ഗൈറു ഹയ്യ് ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാം ഇമ്മ യകൂന ഷൈഉ ഹയ്യൻ ഔ ഗൈറ ഹയ്യിൻ ഔ മഅ്ദൂമ. ഒന്നുകിൽ ഒരു വസ്തുവിനെക്കുറിച്ച്, ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കുറിച്ചും ഒന്നുകിൽ ജീവനുള്ളത് അല്ലെങ്കിൽ ജീവനില്ലാത്തത്, ഇത് രണ്ടും അല്ലെങ്കിൽ ഇല്ലാത്തത്, ഉണ്ടായിട്ടേ ഇല്ലാത്തത് എന്നും പറയാം. ഇങ്ങനെയാണ് മുൻഫസിലായ കളിയകൾ വരിക. രണ്ടും മുൻഫസിലാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. അടുത്തത് അമ്മൽ ഇക്തിറാനിയു ഷർത്തിയുൽ മുറക്കബു മിൻ ഹംലിയ വ മുത്തസില. ഒരു കളിയ ഹംലിയ, മറ്റേ കളിയ മുത്തസില. ഓക്കെ. അഥവാ സുഹറ മുത്തസില, കുബ്ര ഹംലിയ. മനസ്സിലായല്ലോ? അതിൻ്റെ ഉദാഹരണം കിതാബിലുള്ളത് നോക്കണ്ട, ഇവിടെ നോക്കൂ. കുല്ലമാ തറക്കൽ മുസ്ലിമൂന ശരീഅത അദല്ലഹുമുല്ല, മുസ്ലിമീങ്ങൾ പരിശുദ്ധ ശരീഅത്തിനെ വെടിഞ്ഞാൽ, ഒഴിവാക്കിയാൽ, ഇഫ് അദല്ലഹുമുല്ല, അള്ളാഹു അവരെ നിന്ദ്യരാക്കും. അതൊരു ഷർത്തിയായ കളിയാണ്, മുത്തസിലയായ കളിയാണ്. അടുത്തത് കുല്ലുമൻ അദല്ലഹുല്ലാഹു ഫലാ മഫറ ലഹു മിൻ ബുഗ്ലില്ല, അള്ളാഹു ആരെയൊക്കെ നിന്ദ്യരാക്കിയോ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഓക്കെ. അതൊരു ഹംലിയായ കളിയാണ് അല്ലേ? അതൊരു ഹംലിയായ കളിയാണ്. നോക്കൂ, ആണെങ്കിൽ എന്നല്ല കുല്ലമാനോ അല്ലെങ്കിൽ ഇന്നോ എന്നൊന്നും അല്ല വന്നിട്ടുള്ളത്. കണ്ടോ? അള്ളാഹു നിന്ദ്യരാക്കിയവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതൊരു ഇൻഫർമാറ്റീവ്, ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസാണ്. അള്ളാഹു നിന്ദ്യരാക്കിയവർക്ക്
അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇവിടെ അതല്ലഹുമുള്ള എന്നുള്ളതാണ് ആവർത്തിച്ചു വന്നത്. അതിനോട് ഒഴിവാക്കിയാൽ കുല്ലമാ തറക്കൽ മുസ്ലിമൂന ശരിയ, മുസ്ലിമീങ്ങൾ ശരീഅത്തിനെ വെടിഞ്ഞാൽ പിന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. വഅലാ ഹാദൽ ഖിയാസ് ബാക്കി തർക്കീബാത്ത്. ഇങ്ങനെ ബാക്കി ഇനിയിപ്പോൾ നമ്മൾ 3 പറഞ്ഞത്, ബാക്കി 2 ഇതേപോലത്തെ ഉണ്ടാക്കാം. അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. സംഗതി മനസ്സിലായല്ലോ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടെ ചോദിക്കുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.